പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മെ ഓർക്കുന്നവനായ ദൈവമെന്നാണ്. സങ്കീർത്തനങ്ങൾ 115 12 വാക്യം പറയുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്നവനായ ദൈവം, നമ്മെ ഓർക്കുന്നവനായ ദൈവം. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, ദൈവത്തിന് മറവിയുണ്ടോ? ദൈവം മറന്നു കളയുന്ന ദൈവമാണോ? ഇല്ല. അതിന് മറുപടി പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനം 6-10 വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെയും ഭക്തിയും നാം അതിൻ്റെ പ്രതി വിശുദ്ധന്മാർക്ക് ചെയ്യുന്ന ശുശ്രൂഷകളെയും മറന്നു കളയുവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ള ദൈവം അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8-1 വാക്യം ശ്രദ്ധിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടതുള്ള സകല ജീവജാലങ്ങളെ ഓർത്തു എന്ന്. എന്തായിരിക്കാം നോഹയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളും ചിന്തിച്ചാട്ട് ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ പെട്ടകം ഉണ്ടാക്കിയതും, ദൈവം പറഞ്ഞിട്ടല്ലേ കുടുംബസമേതം പെട്ടകത്തിനകത്ത് കയറിയതോ, ദൈവം പറഞ്ഞിട്ടല്ലയോ ജീവജാലങ്ങളെ അകത്ത് കയറ്റിയതോ. പക്ഷേ എത്ര നാളുകളായി ദൈവശബ്ദം കേട്ടിട്ടും ദൈവപ്രവൃത്തി കണ്ടിട്ടോ ഒറ്റപ്പെട്ടവനെ പോലെ ഏകാന്തതയിൽ അകപ്പെട്ടവനെ പോലെ മൃഗങ്ങളല്ലാതെ മറ്റൊന്നും കാണുമല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവൻ്റെ മാനസിക സ്ഥിതി നാം ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മാത്രം എതിരിക്കുകയാണ് ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകലയെ ഓർത്തു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ ഉറപ്പിക്കുവാൻ തീരുമാനിച്ചു. ദൈവം ഉറപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിനെ, വെള്ളത്തിൻ്റെ ആഴത്തെ കുറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു കാറ്റടിപ്പിച്ച് വെള്ളത്തിൻ്റെ ആഴത്തെ കുറച്ചുകൊണ്ട് അരാരത്ത് പർവ്വതത്തിൽ ദൈവം നോഹയെ ഉറപ്പിച്ചുവെങ്കിൽ കാലങ്ങളായി ഇതുപോലെ കറങ്ങി നടക്കുന്ന നിങ്ങളെ ഉറപ്പിക്കുന്ന ദിനങ്ങളാണിത്. അത് കാരണം ദൈവം നിന്നെ ഓർക്കുന്നു സഹോദര, ദൈവം നിന്നെ ഓർക്കുന്നു സഹോദരി. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഏകാന്തതയിൽ ഒറ്റപ്പെട്ടവനെ പോലെ ആരുടെ ശബ്ദമില്ലാതെ, സഹായിക്കുവാൻ ആരുമില്ലാതെ, അയ്യോ ദൈവം പോലും എന്നെ മറന്നു പോയോ എന്ന് ചോദിക്കുന്ന സഹോദര സഹോദരി, എന്ന് എന്നോട് എനിക്ക് പറയുവാനോട്, ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിന്നെ ഓർക്കുന്നു, നിന്റെ പ്രവൃത്തികളെ ഓർക്കുന്നു. അവൻ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ഓർത്തുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം താങ്കളെ വിടിവിക്കും. നിശ്ചയം ദൈവത്തിൽ ആശ്രയിക്കുക, ബലപ്പെടുക, ശക്തി പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.